ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഔട്ടിംഗ് ട്രിപ്പാണ്. നമ്മളിന്ന് പോകാൻ പോകുന്നത് ഷാർജ ഖൽബ സിറ്റിയിലുള്ള ഇപ്പോഴത്തെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലോട്ടാണ്, അതായത് ഹാങ്ങിങ് ഗാർഡൻ. സോ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോഴത്തെ ഷാർജയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടാണ് ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് പോയി കളയാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3:30 ആകുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. ഒരു 5:30 ഒക്കെ ആകുമ്പോൾ അവിടോട്ട് എത്താം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ഉച്ച സമയമാണ്, കാശിയുടെ ഉറക്കത്തിൻ്റെ ടൈമാണ്. അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എത്താൻ നേരത്താണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഏകദേശം ഒരു 1 hourൻ്റെ ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുവരേക്കും അവൻ ഉറങ്ങിക്കോട്ടെ. ഏകദേശം ഒരു 108 കിലോമീറ്റേഴ്സോളം നമുക്ക് ഡ്രൈവ് ചെയ്യാനുണ്ട്. നമുക്ക് ഷാർജ നമ്മുടെ ഒരു സിറ്റിയിൽ നിന്നും മാറിയിട്ട് കുറച്ച് ദൂരമാണ് ഇതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് അധികം കാഴ്ചകളൊന്നും കാണാനില്ല. മലകളും ഇതുപോലത്തെ കുറച്ച് കാഴ്ചകൾ മാത്രമാണ് നമുക്ക് കാണാനുണ്ടായിരുന്നത്. അവിടെ എത്തുമ്പോഴാണ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഹാങ്ങിങ് ഗാർഡൻ നമ്മൾ കാണുന്നത് കേട്ടോ. ഓരോ വീക്കെൻഡ് ആവുന്ന സമയത്തും നമ്മളിങ്ങനെ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലാണ് ഇപ്പോൾ കൂടുതലും സെർച്ചിങ് വരുന്നത്. ഏതൊക്കെ സ്പോട്ടുകളാണ് നമുക്ക് ഇവിടെ കവർ ചെയ്യാൻ പറ്റുന്നത്, ഒരു ഈവനിങ് ഒക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്, അങ്ങനെ സെർച്ച് ചെയ്താണ് നമ്മൾ ഇങ്ങനൊരു സ്ഥലത്തോട്ട് എത്തിയത് കേട്ടോ. ഇപ്പം നമ്മൾ ഈ ക്രോസ് ചെയ്യുന്ന ഈ ഒരു തുരങ്കം എൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹാങ്ങിങ് ഗാർഡൻ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ഷാർജയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഈ ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്പോട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഈ ഒരു വാട്ടർഫോൾസ് ആണ് കേട്ടോ. മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ പോലും ശരിക്കും മലമുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഒരിക്കലും ഒരു ക്രിയേറ്റിവിറ്റിയാണെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു വാട്ടർഫാൾസിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് നമുക്ക് എത്താൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മൾ അത്രയൊന്നും പോയില്ല. ഫസ്റ്റ് ടയറിൽ കയറിയപ്പോഴത്തേനും ഉള്ളൊരു കാഴ്ചയാണിത്. ആ കാണുന്നതാണ് നമ്മൾ വന്നപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തില്ലേ ആ ഒരു തുരങ്കം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ചുറ്റുമുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ശരിക്കും ഒരു പാറ തുരന്ന് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്പോട്ടാണ് ഇത്. കഴിഞ്ഞിട്ടും നമുക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യാനുള്ള റോഡ് മാർഗ്ഗങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹാങ് ഔട്ട് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആക്കിയിട്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 100,000-ഓളം ചെടികളും മരങ്ങളുമാണ് ഇവിടെ ഇതിന് വേണ്ടിയിട്ടായിട്ട് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രെയിനാണ് കേട്ടോ. 55ഓളം പാസഞ്ചേഴ്സിന് ഒരേ ടൈമിൽ ഇരുന്ന് ഈ ഒരു ഗാർഡൻ ചുറ്റി കാണാനുള്ള ഒരു ട്രെയിനാണിത്. 2 dirhams നമ്മൾ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് കയറി കളയാം, എന്തായാലും വന്നതല്ലേ ഒരു ട്രെയിനൊക്കെ പിടിച്ച് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളും ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങ് ടോപ്പിലാണ് ട്രെയിൻ ഇരിക്കുന്നത്. ട്രെയിൻ സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടിക്കറ്റ് കൊടുത്താൽ അതിലോട്ട് കയറാം. ഒരു പ്രാവശ്യം ഈ ഒരു ഗാർഡൻ നമ്മൾ ചുറ്റി കാണിക്കും. അതിൽ കയറി കഴിഞ്ഞാൽ 2 dirhams എക്സ്ട്രാ വേർത്താണ് കേട്ടോ. ഈ ഒരു ഗാർഡൻ്റെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മളിതിൽ കാണുന്ന ഭംഗിനെക്കാട്ടി കൂടുതലാണ് നേരിട്ട് കാണുമ്പോൾ. ഈ ഒരു ട്രെയിൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൂവി ഉണ്ടല്ലോ, അതിലെ ആ ഒരു പാട്ടും ഒക്കെയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അന്ന് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പാട്ടൊക്കെ. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഓരോ കുട്ടികളുടെ ഏജിനനുസരിച്ച് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ചിൽഡ്രൻ പ്ലേ ഏരിയ കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. കാശിക്കാണെങ്കിൽ ഇവിടെ വന്നിട്ടാണ് അവൻ ആദ്യമായിട്ട് ഈ ഒരു കാര്യത്തിലോട്ട് കയറുന്നത്. അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചായയോ ചെറിയ സ്നാക്സുകളോ ഐസ്ക്രീമോ ഒക്കെ കഴിക്കണമെങ്കിൽ അതിന് പറ്റുന്ന ചെറിയ ചെറിയ സ്പോട്ടുകളുണ്ട് കേട്ടോ. ഇതല്ലാതെ നമുക്ക് താഴെ ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് കൂടെ ഉണ്ട്. അവിടെയും പോയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ നമ്മളിവിടെ ഇരുന്നത് ഈ ഒരു സാധനവും കഴിച്ചു, പിന്നെ നമ്മൾ കോഫി കഴിച്ചു, കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു, ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. ദെൻ നൈറ്റിലാവുമ്പോൾ ഈ ഒരു ഹാങ്ങിങ് ഗാർഡൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. കുറച്ചും കൂടെ ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു നൈറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഡേ ടൈമിലാണെങ്കിലും അത്യാവശ്യം നല്ല വ്യൂസിലാണ് ഈ ഒരു ഗാർഡൻ ഇരിക്കുന്നത്. നമുക്കൊരു ഫോട്ടോഷൂട്ടിന് അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ട് തന്നെയാണ്. അങ്ങനെ ഈ ഒരു ഗാർഡൻ്റെ
നൈറ്റ് വ്യൂവും അതുപോലെ തന്നെ ഡേ ടൈമിലുള്ള വ്യൂസും നന്നായിട്ട് ആസ്വദിച്ചതിന് ശേഷം തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു 8 o'clock ആവുന്ന സമയത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നമുക്ക് പോയി കഴിഞ്ഞാൽ നല്ല വ്യൂസും അതുപോലെ തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാർഡൻ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ തിരക്ക് പിടിച്ച ലൈഫിൽ നിന്നും ഒന്ന് മാറി നിൽക്കണം, ഒന്ന് റിലാക്സ് ചെയ്തിരിക്കണം, നല്ല ലോങ് ഡ്രൈവ് പോകണം, ട്രാഫിക് ഒന്നും ഇല്ലാതെ സഞ്ചരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.